നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മലേറിയ മാസാചരണത്തിന് ജില്ലയിൽ തുടക്കമായി. ഉറവിട നശീകരണം തുടങ്ങി. കരിന്തളത്തെ ഖനനവിരുദ്ധ സമരം 4ാം മാസത്തിലേക്ക്. സമരം അവസാനിപ്പിക്കാൻ നടപടിയായില്ല. ഫാബ്രിക്കേറ്റർമാർക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തണം. അലുമിനിയം ലേബേഴ്സ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ മേഖലാ സമ്മേളനം സമാപിച്ചു. മന്ത്രിയുടെ വാക്കും പാഴ്വാക്കായി. മടിക്കൈ പൂങ്കക്കുതിർ നടപ്പാലം കടലാസിൽ തന്നെ. അക്ഷരമുറ്റം കാസർഗോഡ് ജില്ലാതല വിജയോത്സവം കാഞ്ഞങ്ങാട്ട് നടന്നു. SSLC +2 വിജയികൾക്ക് അനുമോദനം. കവി കയ്യാർ കിഞ്ഞണ്ണറൈ 101ന്റെ നിറവിൽ. ജന്മദിനാഘോഷം നാടിനുത്സവമായി. വാർത്തകൾ വിശദമായി. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ മലേറിയ മാസാചരണം തുടങ്ങി. കാഞ്ഞങ്ങാട്ട് ഉറവിട നശീകരണ സംഘടിത പ്രവർത്തനങ്ങൾക്കും തുടക്കമായി. മലേറിയ പടർത്തുന്ന കൊതുകുകളുടെ നശീകരണത്തിനായി ഉറവിട നശീകരണ സംഘടിത പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ആരോഗ്യവകുപ്പിലെ 5 പേരടങ്ങുന്ന സ്ക്വാഡുകളുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനം നടത്തുന്നത്. വീട് പരിസരം ഉറവിട നശീകരണം, സ്ഥാപനങ്ങളിലെ വാട്ടർ ടാങ്ക് പരിശോധന, കൂത്താടി സാന്നിധ്യം കണ്ടാൽ ഡീവാട്ടറിംഗ് നടത്തുക തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ഗപ്പി മത്സ്യങ്ങളുടെ നിക്ഷേപവും നടത്തുന്നുണ്ട്. നഗരസഭാ കൗൺസിലർ മുഹമ്മദ് കുഞ്ഞി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മലമ്പനി പോലുള്ള മാരകമായ രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജില്ലയിലെ ആരോഗ്യ വിഭാഗം ഇതുപോലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ വീടാന്തരം കയറിയിറങ്ങി മലമ്പനി പോലുള്ള മാരകമായ അസുഖത്തെ പ്രതിരോധിക്കുവാൻ വേണ്ടി എന്തെല്ലാം ചെയ്യണം എന്ന് നമ്മളോട് വിശദീകരിക്കുന്നതിന് വേണ്ടി അവർ നമ്മുടെ വീടുകളിലേക്ക് വരാൻ പോകുന്നത്. നമുക്കറിയാം, ഞാൻ മുമ്പ് പ്രസംഗത്തിൽ കൂടി പറഞ്ഞതുപോലെ മലമ്പനി പോലുള്ള മാരകമായ അസുഖങ്ങൾ പണ്ട് കാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ വരാറുള്ളത് നമ്മുടെ ഈ നാട്ടിൽ നിന്നും മറ്റ് കർണാടക, തമിഴ്നാട് സ്റ്റേറ്റുകളിൽ പോയി താമസിച്ചും പോയി വരുന്നവർക്കും കണ്ടുവരുന്ന ഒരു അസുഖമായിരുന്നു. ഡെപ്യൂട്ടി DMO ഇ മോഹനൻ അധ്യക്ഷനായി. M കുഞ്ഞികൃഷ്ണൻ, ഗണേശൻ, രതീഷ്, HR സന്തോഷ്, ശശിമോഹൻ, V സുരേഷൻ എന്നിവർ സംസാരിച്ചു. ആശാവർക്കർമാർ, ഫിഷറീസ്, സ്കൂൾ കുട്ടികൾ, ആരോഗ്യ പ്രവർത്തകർ, നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കരിന്തളം തലയെടുക്കത്തെ ഖനനവിരുദ്ധ സമരം 4ാം മാസത്തിലേക്ക് കടന്നു. സർവകക്ഷി ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരം അവസാനിപ്പിക്കാൻ കാര്യമായ നടപടികൾ ഇതുവരെയും ഉണ്ടായിട്ടില്ല. തലയെടുക്കത്തെ KCCPL ഖനിക്ക് മുന്നിൽ നിർമ്മിച്ച സമരപന്തലിൽ പ്രദേശവാസികൾ നടത്തിവരുന്ന സമരം 130ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും അധികൃതരുടെ ഭാഗത്തുനിന്ന് കാര്യമായ പരിഹാര നടപടികൾ ഉണ്ടായില്ല. ജില്ലാ കളക്ടറേറ്റിൽ 3 തവണ നടന്ന ചർച്ചകളും ഫലം കണ്ടില്ല. മന്ത്രിതല ചർച്ചകളും നേതാക്കളുടെ നിവേദനങ്ങളുമായി മറ്റു ചില നീക്കങ്ങളും നടന്നെങ്കിലും പ്രശ്നപരിഹാരത്തിനുള്ള കാര്യമായ നടപടികളൊന്നും ഇതുകൊണ്ടും ഉണ്ടായില്ല. സമരസമിതിയുടെ കളക്ടറേറ്റ് മാർച്ചും വാഹന പ്രചരണ ജാഥയും ഇതിനിടെ നടന്നു. നെല്ലിയെടുക്കത്തുണ്ടായ അക്രമത്തെ തുടർന്ന് പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന ഒരു വാഹന പ്രചരണ ജാഥ ഖനിത്തൊഴിലാളികളുടെ സംയുക്ത ട്രേഡ് യൂണിയനും നടത്തി. സമരത്തിന്റെ ഭാഗമായി ജൂൺ 10-ന് നാട്ടുകാരെ അണിനിരത്തി കരിന്തളം വില്ലേജ് ഓഫീസ് ഉപരോധിക്കാൻ സമരസമിതി തീരുമാനിച്ചിട്ടുണ്ട്. സമരത്തിന്റെ 132ാം ദിവസമാണ് ഉപരോധ സമരം. നാട്ടുകാരെ അണിനിരത്തി രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ വില്ലേജ് ഓഫീസ് ഉപരോധിക്കുമെന്ന് 128ാം ദിവസത്തെ ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത സമരസമിതി ഭാരവാഹിയും CPI കിനാനൂർ കരിന്തളം ലോക്കൽ സെക്രട്ടറിയുമായ N പുഷ്പരാജൻ പറഞ്ഞു. സമരത്തെ സംബന്ധിച്ച് നമ്മൾ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ജൂൺ 10-ാം തീയതി തെരഞ്ഞെടുത്ത വില്ലേജ് ഓഫീസ് എന്ന രീതിയിൽ ഈ സ്ഥലം പെടുന്ന കരിന്തളം വില്ലേജ് ഓഫീസിലേക്ക് വളരെ ശക്തമായ ബഹുജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ഉപരോധ സമര പരിപാടിയാണ് സർവകക്ഷി ജനകീയ സമിതി ആലോചിച്ചിട്ടുള്ളത്. അതിൽ ജനപങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, അഭൂതപൂർവമായ ഒരു സമരമാക്കി മാറ്റുന്നതിന് വേണ്ടി വളരെ ശക്തമായ ഒരു സമരമുറ തന്നെ നമുക്ക് വേണ്ടി വരും കാലങ്ങളിൽ. വില്ലേജ് ഓഫീസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനി എവിടെ പോകുമെന്നുള്ളൊരു ധാരണയൊന്നും വേണമെന്നില്ല.
അടുത്ത ദിവസം തന്നെ മറ്റു ഓഫീസുകളിലേക്കോ അല്ലെങ്കിൽ കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്കോ അല്ലെങ്കിൽ ഹൈവേ ഗാർഡൻ ഉൾപ്പെടെയുള്ള പ്രത്യക്ഷ സമര പരിപാടികളുമായി നമുക്ക് വളരെ ശക്തമായി തന്നെ മുമ്പോട്ട് പോകേണ്ടി വരും. അതിന് എല്ലാവരും എല്ലാ അർത്ഥത്തിലുള്ള സഹായം പിന്തുണയും നമ്മുടെ നാട്ടിന്റെ എല്ലാ മേഖലകളിൽ നിന്നും നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ശ്യാമളാദേവി ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്യും. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ജില്ലാ നേതാക്കളും സംബന്ധിക്കും. 128ാം ദിവസ ധർണയിൽ സമരസഹായ സമിതി കൺവീനർ ഒ ഗോവിന്ദൻ അധ്യക്ഷനായി. ബി കെ നാരായണൻ, വിനോദ് തലയെടുക്കം എന്നിവർ സംസാരിച്ചു. അലുമിനിയം ലേബേഴ്സ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനം സമാപിച്ചു. ഫാബ്രിക്കേറ്റർമാർക്ക് ക്ഷേമനിധി പെൻഷൻ ആനുകൂല്യങ്ങൾ അനുവദിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. അലുമിനിയം ലേബേഴ്സ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനത്തിന് സമാപനം. ഫാബ്രിക്കേറ്റർമാരെ സർക്കാർ തലത്തിലുള്ള ക്ഷേമനിധി, പെൻഷൻ പോലുള്ള ക്ഷേമകാര്യങ്ങളിൽ ഭാഗഭാക്കാക്കുക എന്നീ ആവശ്യങ്ങളാണ് പ്രധാനമായും സമ്മേളനത്തിൽ ഉന്നയിച്ചത്. ALCA സംസ്ഥാന പ്രസിഡന്റ് മൊയ്തു തോടന്നൂർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ. ഇതിൽ മെയിൻ പ്രശ്നം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം നമ്മുടെ മജീദ് വള്ളിക്കാട് എല്ലാ വേദികളിലും പറയാനുള്ളതാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മൾക്ക് കൂടിയിരിക്കാൻ ഒരു സംഘടന ഇല്ല എന്നതാണ് മെയിൻ പ്രശ്നം. ആ പ്രശ്നത്തിനാണ് ഇന്നിപ്പോ പരിഹാരം കണ്ടിരിക്കുന്നത്. ഞങ്ങള് ഇത് വടകര മേഖലാ കമ്മിറ്റി ആയിട്ടായിരുന്നു ആദ്യം രൂപീകരിച്ചത്. സ്വാഗത സംഘം ചെയർമാൻ റോയ് ജോസഫ് അധ്യക്ഷനായി. സെയ്ദ് ഉമ്മർ തങ്ങൾ, മുഹമ്മദ് ഇക്ബാൽ, സമീർ തൃശൂർ, മജീദ് വള്ളിക്കാട്, രഞ്ജിത്ത് PK, അഫ്സൽ ഇസ്നാസ്, വിനോദ് കീച്ചേരി, രാജേന്ദ്രൻ അടുക്കം, സന്തോഷ് കുമാർ ചെറുവത്തൂർ, TK ദിനേശൻ, MM പ്രേംകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. മടിക്കൈ പൂങ്കക്കുതിർ നടപ്പാലത്തിന് മന്ത്രിയുടെ വാഗ്ദാനവും തുണയായില്ല. മേക്കാട്ട് പൂത്തക്കാൽ അട്ടക്കാട്ട് വഴി ഒളയം പൂങ്കക്കുതിർ റോഡിലാണ് ഈ പാലത്തിന്റെ സ്ഥാനം. 1960 നിർമ്മിച്ച പൂങ്കാക്കുതിർ പാലം അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങളായി. മടിക്കൈ പഞ്ചായത്തിൽ 2 വർഷം മുമ്പ് വേനൽമഴ നാശം വിതച്ചപ്പോൾ നഷ്ടം വിലയിരുത്താനെത്തിയ മന്ത്രി KP മോഹനന്റെ ശ്രദ്ധയിലും നാട്ടുകാർ പാലത്തിന്റെ ദുരവസ്ഥപ്പെടുത്തിയിരുന്നു. ആവശ്യമായത് ചെയ്ത് പാലം മാറ്റിപ്പണിയാമെന്ന് മന്ത്രി വാഗ്ദാനവും നൽകി. കാഞ്ഞങ്ങാട് MLA E ചന്ദ്രശേഖരന്റെ സാന്നിധ്യത്തിലായിരുന്നു പ്രഖ്യാപനം. 1 മീറ്റർ മാത്രം വീതിയുള്ള ഈ പാലം മാറ്റി പുതിയ പാലം വരുന്നത് നാട്ടുകാരുടെ വികസന പ്രതീക്ഷകൾക്ക് ഇരട്ടി മധുരം പകരുന്നതാണ്. അപകട സാധ്യത നീങ്ങുമെന്നതാണ് ഒന്ന്. മതിയായ വീതിയുള്ള പാലം വരുന്നതോടെ എരിക്കുളത്തെയും കക്കാട്ടിനെയും ബന്ധിപ്പിക്കുന്ന റോഡിനും വഴിയൊരുങ്ങും. ഇതിനായി സമീപവാസികളുടെ സമ്മതവും മറ്റും വാങ്ങി കാത്തിരിക്കുകയാണ് നാട്ടുകാർ. അപകട സാധ്യത നീങ്ങിയ പുതിയ പാലം കടന്ന് വികസനമെത്തുമെന്നുള്ള നാട്ടുകാരുടെ കാത്തിരിപ്പിന് അധികൃതരുടെ അടിയന്തരമായ ഇടപെടലാണ് ഏക ആവശ്യം. ദേശാഭിമാനി അക്ഷരമുറ്റം കാസർഗോഡ് ജില്ലാതല വിജയോത്സവം സംഘടിപ്പിച്ചു. SSLC+2 വിജയികളെ അനുമോദിച്ചു. ദേശാഭിമാനി അക്ഷരമുറ്റം കാസർഗോഡ് ജില്ലാതല വിജയോത്സവം കാഞ്ഞങ്ങാട്ട് നടന്നു. ജില്ലയിൽ SSLC+2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. 100% വിജയം നേടിയ സ്കൂളുകളെ ചടങ്ങിൽ അനുമോദിച്ചു. തൃക്കരിപ്പൂർ MLA K കുഞ്ഞിരാമൻ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. ഇതുപോലെ ധാരാളം അനുമോദനങ്ങൾ ലഭിക്കുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും അടുത്ത വർഷവും ഞങ്ങളുടെ സ്കൂൾ 100% വിജയം കൈവരിക്കാൻ വേണ്ടി കഴിയണം. E ചന്ദ്രശേഖരൻ MLA അധ്യക്ഷനായി. ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീർ മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി, വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ C രാഘവൻ, A പവിത്രൻ, VV രമേശൻ, കാവുങ്കാൽ നാരായണൻ എന്നിവർ സംസാരിച്ചു. MO വർഗീസ് സ്വാഗതവും PP കരുണാകരൻ നന്ദിയും പറഞ്ഞു. നിറദീപം പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദനവും ഉപഹാര സമർപ്പണവും നടന്നു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയാണ് അനുമോദിച്ചത്. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിഷ്ണുമംഗലം നടുവട്ടം വയൽ പ്രദേശത്തെ വിദ്യാർത്ഥികൾക്ക് നിറദീപം പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ അനുമോദനവും ഉപഹാര സമർപ്പണവും നടന്നു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ശ്യാമളാദേവി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഏതൊരാൾക്കും തങ്ങളുടെ മികവും കഴിവും തിരിച്ചറിയുന്നത് സ്വന്തം നാട്ടിൽ നിന്നാവുമ്പോൾ പ്രത്യേകിച്ച്
തൊട്ടടുത്ത ആളുകളാകുമ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ അവർ മനസ്സിൽ കൊണ്ടു നടക്കും, അല്ലെങ്കിൽ എന്നും അത് മനസ്സിൽ സൂക്ഷിക്കും എന്നത് കാര്യത്തിലൊന്നും സംശയമില്ല. ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വിവിധ സ്കൂളിലും അതോടൊപ്പം തന്നെ വിവിധ ക്ലബ്ബുകളും അനുബന്ധമായിട്ട് വിളിച്ചു ചേർക്കുന്ന യോഗങ്ങൾ, ഇന്ന് രാവിലെ ദേശാഭിമാനിയുടെ അനുമോദനം ഒരുപക്ഷെ ഈ കുട്ടികൾ പോയി ഏറ്റുവാങ്ങിയിട്ടുണ്ടാവും. ഇവയൊക്കെ ഏറ്റുവാങ്ങുമ്പോഴും അവർ ഏറ്റവും കൂടുതൽ മഹത്തായി കരുതുന്നത് സ്വന്തം നാട്ടിൽ നിന്ന് കിട്ടുന്ന, തങ്ങൾ കഴിച്ചു വളർന്ന് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളിൽ നിന്ന്, ആളുകളിൽ നിന്ന് ലഭിക്കുന്ന ആദരവ് തന്നെയായിരിക്കും. നിറദീപം പുരുഷ സ്വയം സഹായ സംഘം പ്രസിഡന്റ് PK രാജൻ അധ്യക്ഷനായി. കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും മികച്ച വില്ലേജ് ഓഫീസറായി സംസ്ഥാന അവാർഡിന് അർഹനായ ഗോപാലകൃഷ്ണനെ ചടങ്ങിൽ ആദരിച്ചു. വിനു ഗംഗാധരൻ, V നാരായണൻ എന്നിവർ സംസാരിച്ചു. P പത്മനാഭൻ സ്വാഗതവും PP ഗംഗാധരൻ നന്ദിയും പറഞ്ഞു. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ഹൊസ്ദുർഗ് ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹൊസ്ദുർഗിലാണ് ഏകദിന പഠന ക്യാമ്പ് നടന്നത്. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ ഹൊസ്ദുർഗ് സബ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഏകദിന പഠന ക്യാമ്പ് സമാപിച്ചു. ഹൊസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പഠന ക്യാമ്പ് CPIM ജില്ലാ കമ്മിറ്റി അംഗം VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. വൈദേശികാധിപത്യത്തെ നമ്മുടെ നാട്ടിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെച്ചവരാണ് നമ്മൾ. അതിശക്തമായ സമരം, ആ സമരവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചു. ആ സമരത്തിൽ യാതൊരു പൈതൃകവും പറയാൻ പറ്റാത്ത ആളുകളാണ് ഇന്ന് ഭരണത്തിലിരിക്കുന്നത്. ആ വൈദേശികരെ, അവർക്ക് താല്പര്യമുള്ള വൈദേശികരെ നമ്മുടെ രാജ്യത്തിനകത്തേക്ക് വീണ്ടും പരവതാനി വിരിച്ച് സ്വാഗതമോതുകയാണ്. 11 മാസത്തിനുള്ളിൽ 18 തവണ നമ്മുടെ പ്രധാനമന്ത്രി വിദേശയാത്ര സംഘടിപ്പിക്കും. സബ് ജില്ലാ പ്രസിഡന്റ് P രവി അധ്യക്ഷനായി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി K ഹരിദാസ് പഠന ക്ലാസിന് നേതൃത്വം നൽകി. സബ് ജില്ലാ സെക്രട്ടറി CK വിജയകുമാർ സ്വാഗതവും സബ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി KV വിജയൻ നന്ദിയും പറഞ്ഞു. 101ന്റെ നിറവിൽ കവി കയ്യാർ കിഞ്ഞണ്ണറായി. നാടിന്റെ നന്മയായ കവിയുടെ ജന്മദിനാഘോഷം നാടിന്റെ ഉത്സവമായി. കന്നഡ മഹാകവിയും സ്വാതന്ത്ര്യ സമര സേനാനിയും പത്രപ്രവർത്തകനുമായ കയ്യാർ കിഞ്ഞണ്ണറയുടെ 101ാം ജന്മദിനം വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷിച്ചത്. കർണാടക സാംസ്കാരിക വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ബദിയടുക്ക പെർഡാര കളകളയിലെ കവിയുടെ ഭവനമായ കവിതാ കുടീരത്തിലാണ് ജന്മദിനാഘോഷം സംഘടിപ്പിച്ചത്. കർണാടക വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി B രമാനാഥ റൈയുടെ അധ്യക്ഷതയിൽ ಕರ್ನಾಟಕ ಮುನ್ ಲೋಕಾಯುಕ್ತ ಎನ್ ಸಂತೋಷ್ ಹೆಗ್ಡೆ ಉದ್ಘಾಟನೆ ചെയ്തു. ಅವರು ಕನ್ನಡ ಪ್ರೇಮಿ ಆಗಿದ್ರು ಕೂಡ ಇತರ ಭಾಷೆಗೆ ಅವರು ಒಬ್ಬ ವೈರಿ ಅಂತ ವರ್ತಿಸಿರಲಿಲ್ಲ. ಇತರ ಭಾಷೆಯನ್ನು ಕೂಡ ಅವರು ಪ್ರೋತ್ಸಾಹಿಸಿದ್ದಾರೆ. ಮಲಯಾಳಂ ಆಗಲಿ, ಇಂಗ್ಲಿಷ್ ಆಗಲಿ, ತುಳು ಮತ್ತು ಕನ್ನಡದಲ್ಲಂತೂ ಅವರ ಅಪಾರ ಕೆಲಸ ಮಾಡಿದವರು. ಈ ಒಂದು ಸಂದರ್ಭದಲ್ಲಿ ಅವರಿಗೆ ಶುಭ ಬಯಸ್ತಾ ನನ್ನ 2 ಮಾತುಗಳನ್ನು ಮುಗಿಸ್ತಾ ಇದ್ದೇನೆ. ಧನ್ಯವಾದಗಳು. കർണാടക ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി UT ഖാദർ ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു. കവിയുടെ 2 കവിതാ സമാഹാരങ്ങൾ ഇംഗ്ലീഷിലേക്കും 1 കവിതാ സമാഹാരം ഹിന്ദിയിലേക്കും പുതുതായി തർജ്ജമ ചെയ്തിരുന്നു. ഈ പുസ്തകങ്ങളുടെ പ്രകാശനവും എൻ സന്തോഷ് ഹെഗ്ഡെ നിർവഹിച്ചു. കവിയുടെ മരുമകൻ B ഭുവനേന്ദ്ര പ്രസാദ് ഹെഗ്ഡെ കവിയുടെ ജീവിതത്തെക്കുറിച്ച് എഴുതിയ പുസ്തകവും ചടങ്ങിൽ പ്രകാശനം ചെയ്തു. കവിയുടെ പുസ്തകം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത മെയ്തിലി പി റായിയെയും N നരസിംഹ ഭട്ടിനെയും ഇന്ത്യയിലേക്ക് തർജ്ജമ ചെയ്ത പ്രൊഫസർ വിഷ്ണു ഭട്ട് സജൻ ഗിലയെയും ചടങ്ങിൽ ആദരിച്ചു. മാതൃഭാഷയിൽ നാം അഭിമാനം കൊള്ളണമെന്നും ഇംഗ്ലീഷിനോടുള്ള വ്യാമോഹം നമ്മുടെ മണ്ണിനും സംസ്കാരത്തിനും യോജിച്ചതല്ലെന്നും മാതൃഭാഷയിൽ തന്നെ വിദ്യാഭ്യാസം സ്വായത്തമാക്കുകയും വേണമെന്ന് കയ്യാർ കിഞ്ഞണ്ണറെ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. കവി കിഞ്ഞണ്ണറിയുടെ പുസ്തകം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് മുൻമന്ത്രി CT അഹമ്മദ് അലി പറഞ്ഞു. ബദിയടുക്കയിൽ നിന്നും കവിയുടെ ഭവനത്തിലേക്കുള്ള റോഡിന് അദ്ദേഹത്തിന്റെ പേര് നാമകരണം ചെയ്തതുപോലെ കവിയുടെ പേരിൽ ബദിയടുക്ക പഞ്ചായത്ത് ലൈബ്രറി ആരംഭിക്കുമെന്ന് ബദിയടുക്ക ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാഹിൻ കേളോട്ട് പറഞ്ഞു. ശകുന്തള ഷെട്ടി MLA, മോഹൻ ആൾവ, അജിത് കുമാർ റായ് മാലടി, മോഹൻകുമാർ ഗൌഡ, ഹരികൃഷ്ണ പുനരൂരു, S പ്രദീപ് കുമാർ കാൽക്കുറ, B സുബ്ബയ്യർ, SV ഭട്ട്, M ഉമേഷ് ശാലിയൻ തുടങ്ങിയവരും സംബന്ധിച്ചു. ആവശ്യമായ കെട്ടിട സൗകര്യമില്ലാതെ വീർപ്പുമുട്ടുന്ന മരക്കാപ്പ് കടപ്പുറത്തെ ഗവൺമെന്റ് ഫിഷറീസ് ഹൈസ്കൂളിന് പുതിയൊരു കെട്ടിടത്തിന്റെ തണൽ. RMSA പദ്ധതിയിൽ അപ്ഗ്രേഡ് ചെയ്ത വിദ്യാലയമാണിത്.
മതിയായ ക്ലാസ് മുറികൾ പോലും ഇല്ലാതെ വിഷമിക്കുന്ന വിദ്യാലയത്തിന് ഫിഷറീസ്, കാഞ്ഞങ്ങാട് നഗരസഭ, സർവശിക്ഷ അഭിയാൻ എന്നിവ ചേർന്നാണ് കെട്ടിടം ഒരുക്കിയത്. കാഞ്ഞങ്ങാട് നഗരസഭ അധ്യക്ഷ കെ ദിവ്യ കെട്ടിടോദ്ഘാടനം നിർവഹിച്ചു. പരാതികൾ ഒരുപാട് ഉള്ള ഒരു സമയത്താണ് നമ്മൾക്ക് ഇന്ന് 4 ക്ലാസ് റൂം അടക്കമുള്ള 4 ക്ലാസ്സും അതുപോലെ തന്നെ SSCന്റെ വിഹിതമായിട്ടുള്ള ഒരു ക്ലാസ് റൂം അടക്കം 5 ക്ലാസ് റൂമുകൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ RMSA ഫണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് ഹൈസ്കൂൾ വിഭാഗത്തിനായി നല്ലൊരു കെട്ടിടം തന്നെ ഇവിടെ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 30 ലക്ഷം രൂപ ഇവിടെ പണികൾ നടക്കുകയാണ്. അതേപോലെ തന്നെ ഈ വർഷം 10 ലക്ഷം രൂപയുടെ വകയിരുത്തിക്കൊണ്ട് കൂടുതൽ അതിനെ മെച്ചപ്പെടുത്താനുള്ള ഒരു ഫണ്ടും കൂടെ പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി ജാനകിക്കുട്ടി അധ്യക്ഷയായി. SSA ജില്ലാ പ്രൊജക്ട് ഓഫീസർ ഡോക്ടർ എം ബാലൻ പ്രസംഗിച്ചു. നഗരസഭാ ഉപാധ്യക്ഷൻ പ്രഭാകരൻ വാഴുന്നോടി, ഹോസ്തൃക് AU TM സദാനന്ദൻ, PTA പ്രസിഡന്റ് M രഘു, SMC ചെയർമാൻ K പ്രവീൺകുമാർ, സ്കൂൾ ഹെഡ്മിസ്ട്രസ് സരോജിനി എന്നിവർ പ്രസംഗിച്ചു. കൗൺസിലർ പ്രദീപൻ മരക്കാപ്പ് സ്വാഗതവും NK ബാബുരാജ് നന്ദിയും പറഞ്ഞു. BJP കല്യാൺ റോഡ് ബൂത്ത് കമ്മിറ്റി SSLC +2 വിജയികളെ അനുമോദിച്ചു. പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ 9ാം വാർഡിലെ കുട്ടികളെയാണ് അനുമോദിച്ചത്. ഭാരതീയ ജനതാ പാർട്ടി കല്യാൺ റോഡ് ബൂത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ 9ാം വാർഡിലെ കുട്ടികളെ അനുമോദിച്ചു. മടിക്കി കമാരൻ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിലേക്ക് കൊണ്ടുവരാൻ കഴിയണം. ആ രീതിയിലുള്ള ഒരു മനസ്സ് നമ്മുടെ നാട്ടിൽ ഉണ്ടാവണം എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശമാക്കുന്നത്. ഇത്തരത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് വളരെ വലിയ മാറ്റങ്ങൾ വരുന്ന സമയമാണ്. അത്യന്താധുനികമായിട്ടുള്ള പലതും ഇന്ന് നേടിയെടുക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ പ്രദേശത്തുള്ള കുട്ടികൾ അവരുടെ അഭിവാഞ്ഛയ്ക്കനുസരിച്ചുകൊണ്ട് അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങളിൽ വലിയ തോതിൽ ബി നാരായണൻ അധ്യക്ഷനായി. ശ്രീധരൻ കാരാക്കോട്, അജയകുമാർ നെല്ലിക്കാട്ട്, രാജീവൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. കുറുമ്പ ഭഗവതി ക്ഷേത്രം ആത്മീയ വിദ്യാകേന്ദ്രത്തിലെ കുട്ടികൾക്ക് സുധീന്ദ്ര ഫൗണ്ടേഷൻ പഠനോപകരണങ്ങൾ നൽകി. വിദ്വാൻ P കേളുനായർ അനുസ്മരണവും സംഘടിപ്പിച്ചു. മഴക്കാല രോഗ പ്രതിരോധ മാർഗങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി അളറായി നഗർ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഡോക്ടർ സഞ്ജീവ് ലാസർ ക്ലാസ് എടുത്തു. 100 ഡിഗ്രി സെൽഷ്യസിലാണ് വെള്ളം നിലയ്ക്കുന്നത്. അപ്പോൾ സാധാരണ അമ്മമാരെപ്പോഴും വന്നിട്ട് പറയും, ഡോക്ടറെ കുട്ടിക്ക് 100 ഡിഗ്രി പനിയുണ്ട് എന്ന് പറഞ്ഞാൽ അത് ചെറിയ പനിയാണ്. 100 ഡിഗ്രി പനിയല്ല, 98.6 1.4 കൂടിയിട്ടുള്ളൂ. പക്ഷെ എപ്പോഴും അമ്മമാർ തെർമോമീറ്റർ വെച്ച് നോക്കും. അപ്പോൾ പറയും 100. അവർ കമ്പയർ ചെയ്യുന്നത് വെള്ളം തിളയ്ക്കുന്ന ടെമ്പറേച്ചറാണ്. വെള്ളം തിളയ്ക്കുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലാണ്. ആ ടെമ്പറേച്ചർ വന്നാൽ നമ്മൾ ചത്തുപോകും. അത് അപ്പം 104 ഡിഗ്രി വരെ ഒരു കാരണവശാലും ഒരു പനിയെയും പേടിക്കേണ്ടതില്ല. അളറായി നഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് K കുമാരൻ മാസ്റ്റർ അധ്യക്ഷനായി. ജർമ്മനിയിൽ നടന്ന ഹോമിയോപ്പതിക് ഡോക്ടർമാരുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത ഡോക്ടർ സഞ്ജീവ് ലാസറിനെ ചടങ്ങിൽ അനുമോദിച്ചു. റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി P കണ്ണൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി T ഷീന നന്ദിയും പറഞ്ഞു. നെല്ലിക്കട്ട ചർലടുക്ക ആസ്ഥാനമായുള്ള അല്ലാമ ഖുത്തുമി മുഹമ്മദ് മുസ്ലിയാർ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിലുള്ള മവദ വിദ്യാർത്ഥിനികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം 11-ന് നടക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. വിവാഹത്തിന് മുമ്പ് പെൺകുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകി അവരെ ജീവിതത്തിന്റെ നല്ല വശങ്ങളിലേക്ക് കൈപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഇന്ദിരാനഗർ കുത്തുബി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾക്ക് സ്വീകരണം നൽകും. സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ കുന്നുങ്കൈ അധ്യക്ഷത വഹിക്കും. അതുപോലെ തന്നെ വഖഫ് ബോർഡ് ചെയർമാൻ റഷീദ് അലി ശിഹാബ് തങ്ങളുടെ സ്വീകരണം വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് ചെങ്ങളയിലുള്ള കുത്തുബി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. അപ്പോൾ നമുക്ക് വിശദമായ തന്നിട്ടുണ്ട്. സംസ്ഥാനത്തിന് ഇതാദ്യമായിട്ടാണ് സിലബസ് അടിസ്ഥാനത്തിൽ ഒരു പ്രീ മാരേജ് കോഴ്സ് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ
സംസ്ഥാനത്ത് കോഴ്സുകളുണ്ട്. അതൊക്കെ ചില ഏതാനും മാസങ്ങളായിട്ടോ അല്ലെങ്കിൽ കൗൺസിലിംഗ് ആയിട്ടോ മാത്രമാണ്. വാർത്താ സമ്മേളനത്തിൽ ഇ അഹമ്മദ് ഹാജി, നായ്മാർമല, വോൾഗ അബ്ദുറഹ്മാൻ ഹാജി, ഖാലിദ് പവൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ഉപ്പള മണ്ണൻകുഴി നേർവഴി ഇസ്ലാമിക് സെന്ററിന്റെയും മംഗലാപുരം കാനച്ചൂർ ആശുപത്രിയുടെയും ആഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ഉപ്പള മണ്ണൻകുഴി നേർവഴി ഇസ്ലാമിക് സെന്ററിന്റെയും മംഗലാപുരം ഖാനച്ചൂർ ആശുപത്രിയുടെയും ആഭിമുഖ്യത്തിലാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ജമാഅത്ത് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി ഡയറക്ടർ അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു. ലണ്ടൻ മുഹമ്മദ് ഹാജി, മോഹനൻ, മുഹമ്മദ്, റഫീഖ് തുടങ്ങിയവർ സംബന്ധിച്ചു. അളറായി നഗർ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. അജാനൂർ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ആത്മീയ വിദ്യാ കേന്ദ്രത്തിലെ കുട്ടികൾക്ക് സുധീന്ദ്ര ഫൗണ്ടേഷൻ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഡോക്ടർ KG പൈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്കെല്ലാവരും അറിയാം, കഴിഞ്ഞ 7-8 കൊല്ലമായി ശ്രീ സുധീന്ദ്ര ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു വരികയും ഈ വിതരണത്തിൻ്റെ എല്ലാ പ്രാവശ്യവും ഞാനിവിടെ വന്നിന് എന്നാണ് എൻ്റെ ഓർമ്മ. നമ്മളെ മനസ്സിലുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ കുട്ടികൾ ഇന്ന് പഠനോപകരണം ഇല്ലാതെ കൊണ്ട് സ്കൂളിൽ പോകുന്നില്ല എന്ന് ആവുന്നത്. എല്ലാവർക്കും എല്ലാ സ്കൂളിലും ഉപയോഗിക്കുന്ന മാതിരിയുള്ള ഉപകരണം നമ്മളെ കുട്ടികളും അടുത്തത് പോകണം. AR രാമകൃഷ്ണൻ അധ്യക്ഷനായി. ചടങ്ങിൽ വിദ്വാൻ P. കേളുനായർ അനുസ്മരണം നടന്നു. വിദ്വാൻ P. കേളുനായർ ട്രസ്റ്റ് ചെയർമാൻ പ്രസേനൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ആനന്ദാശ്രമത്തിന്റെ നേതൃത്വത്തിൽ കുടവിതരണവും നടന്നു. K. രാജൻ, താരാനാഥ്, അമൃതാദാസ് രാമകൃഷ്ണൻ, C. ദാമോദരൻ, AP രാജൻ, ഖണ്ഡകർണൻ ആയത്താർ, അമ്പാടിക്കാരണവർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലേറിയ മാസാചരണത്തിന് ജില്ലയിൽ തുടക്കമായി. ഉറവിട നശീകരണം തുടങ്ങി. കരിന്തളത്തെ ഖനനവിരുദ്ധ സമരം 4ാം മാസത്തിലേക്ക്. സമരം അവസാനിപ്പിക്കാൻ നടപടിയായില്ല. ഫാബ്രിക്കേറ്റർമാർക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തണം. അലുമിനിയം ലേബേഴ്സ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ മേഖലാ സമ്മേളനം സമാപിച്ചു. മന്ത്രിയുടെ വാക്കും പാഴ്വാക്കായി. മടിക്കൈ പൂങ്കക്കുതിർ നടപ്പാലം കടലാസിൽ തന്നെ. അക്ഷരമുറ്റം കാസർഗോഡ് ജില്ലാതല വിജയോത്സവം കാഞ്ഞങ്ങാട്ട് നടന്നു. SSLC +2 വിജയികൾക്ക് അനുമോദനം. കവി കയ്യാർ കിഞ്ഞണ്ണറൈ 101ന്റെ നിറവിൽ. ജന്മദിനാഘോഷം നാടിനുത്സവമായി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.